ഇ.ഡി. ബി.ജെ.പി നേതാക്കളെ സംരക്ഷിക്കുന്നുവെന്ന് ആരോപിച്ച് CPM ഇന്നിപ്പോൾ ഇ.ഡി. ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തുന്നുണ്ട്. രാവിലെ 10 മണിക്ക് ഈ മാർച്ച് ആരംഭിക്കും. പോളിറ്റ് ബ്യൂറോ അംഗമായ എ. വിജയരാഘവനാണ് മാർച്ച് ഉദ്ഘാടനം ചെയ്യുക. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റിലേക്ക് നമുക്ക് പോകാം. സഹിൻ ആന്റണി ഉണ്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായിട്ട്. സഹിൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സേതു. ഗുഡ് മോർണിംഗ്. ഓക്കെ, അപ്പോൾ ഈ ബി.ജെ.പി നേതാക്കൾക്ക് ഇ.ഡി. ക്ലീൻ ചിറ്റ് നൽകിയതിനെതിരെ അതിരൂക്ഷമായ വിമർശനം ഒക്കെ ഉന്നയിച്ചിരുന്നു CPM തുടക്കം മുതൽ തന്നെ. ഇ.ഡി. ബി.ജെ.പിക്ക് വേണ്ടി ദാസ്യവേല ചെയ്യുകയാണ് എന്നതടക്കമുള്ള ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതിനിടയിലാണ് മാർച്ച് നടക്കുന്നത്. അപ്പോൾ എപ്പോഴാണ് മാർച്ചിന് തുടക്കമാവുക? എങ്ങനെയാണ് ക്രമീകരണങ്ങളൊക്കെ? സേതു, രാവിലെ 10 മണിയോടുകൂടിയാണ് CPM എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നത്. കാരണം കൊടകര കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ BJP നേതാക്കളെ സംരക്ഷിക്കുന്ന നിലപാടാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് സ്വീകരിച്ചത് എന്നുള്ളതാണ് CPMൻ്റെ ആരോപണം. കാരണം ഒരു BJP നേതാക്കളെ പോലും ചോദ്യം ചെയ്യാൻ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് തയ്യാറായില്ല. മുൻപ് നമ്മൾക്കറിയാവുന്നത് പോലെ തന്നെ 42 കോടി രൂപ കേരളത്തിലേക്ക് തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി BJPയുടെ കള്ളപ്പണം എത്തി എന്നുള്ള ഒരു ആരോപണമാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കണ്ടെത്തലുകളാണ് പോലീസ് നടത്തിയിരുന്നത്. ഇതിൽ വലിയ രീതിയിൽ കേരളത്തിൽ ചർച്ച ചെയ്ത ഒരു രാഷ്ട്രീയ സംഭവം കൂടിയായിരുന്നു. പിന്നീട് BJPയുടെ സംസ്ഥാന അധ്യക്ഷനെ വരെ പോലീസ് അന്ന് ചോദ്യം ചെയ്തിരുന്നു, സാക്ഷിപ്പട്ടികയിലെല്ലാം ഉൾപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ അത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അന്വേഷിച്ചപ്പോൾ ആ കേസ് ഒരു BJP നേതാവിനെ പോലും ചോദ്യം ചെയ്തില്ല. മാത്രമല്ല തിരൂർ സതീഷ്, BJPയുടെ ജില്ലാ ഓഫീസിലെ സെക്രട്ടറി ആയിരുന്ന തിരൂർ സതീഷ് ചില മൊഴികൾ കൊടുത്തിരുന്നു. അത് BJP നേതാക്കൾക്ക് വേണ്ടി എത്തിയ പണമാണ്, തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി എത്തിയ പണമാണ് എന്നെല്ലാം മൊഴിയെല്ലാം നൽകിയിരുന്നു. പക്ഷേ ആ മൊഴിയൊന്നും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് പരിശോധിച്ചില്ല. മാത്രമല്ല BJP നേതാക്കളെ പൂർണ്ണമായും സംരക്ഷിക്കുന്ന ഒരു രീതി ആണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് സ്വീകരിച്ചത് എന്നുള്ളതായിരുന്നു ആരോപണം. കൂടാതെ സാക്ഷിപ്പട്ടികയിലോ പ്രതിപട്ടികയിലോ ഒരു BJP നേതാവ് പോലും വന്നില്ല എന്നുള്ളൊരു ആരോപണം കൂടി CPM മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. മാത്രമല്ല എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കള്ളപ്പണത്തിൻ്റെ ഉറവിടം അന്വേഷിക്കാതെ പകരം ഈ തട്ടിയെടുത്ത പണം, ഈ കുഴൽപ്പണം തട്ടിയെടുത്ത സംഘത്തിൻ്റെ ആ രീതിയെക്കുറിച്ചാണ് അന്വേഷിച്ചത്. അതുകൊണ്ട് തന്നെ ഇത് പോലീസ് അന്വേഷിക്കേണ്ട കേസായിരുന്നു. മറ്റൊന്ന് ഈ കള്ളപ്പണ കേസാണ് ED അന്വേഷിക്കേണ്ടത്. പകരം ED കള്ളപ്പണവുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും അന്വേഷിച്ചില്ല എന്നുള്ളതാണ് CPMൻ്റെ ആരോപണം. ഇന്ന് രാവിലെ 10 മണിയോടുകൂടിയാണ് മാർച്ച് ആരംഭിക്കുക. CPMൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗം എ. വിജയരാഘവൻ തന്നെയായിരിക്കും മാർച്ച് ഉദ്ഘാടനം ചെയ്യുക. വലിയ രീതിയിലുള്ള മാർച്ചായിരിക്കും നടക്കാൻ സാധ്യതയുള്ളത്. സേതു. ഓക്കെ സഹിൻ, അങ്ങനെ ഇഡിക്കെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് CPM. ഇഡിക്കെതിരെ പരസ്യമായ പ്രതിഷേധത്തിലേക്ക് നീങ്ങുകയാണ് CPM. കൊടകരയിലേത് ഇപ്പോഴും കള്ളപ്പണ ഇടപാട് തന്നെയാണെന്നുള്ള വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് CPM. അങ്ങനെ CPMൻ്റെ മാർച്ച് ഇന്ന് ആരംഭിക്കാൻ പോവുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു സഹിൻ ആന്റണി.